അധ്യായം 13 അർ-റഅദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 43. ഇടിനാദമെന്നാണ് റഅദിന്റെ ഭാഷാർത്ഥം. 13-ാം സൂക്തത്തിലാണ് ഈ പദം വന്നത്. പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഇതും അവതീർണമായത്. ഇതിലെ മുഖ്യ വിഷയം ഖുർആൻ അംഗീകരിക്കാൻ ജനം സന്നദ്ധമാവുന്നില്ല എന്നതും അതുണ്ടാക്കുന്ന വൻ വിപത്തുകളുമാണ്. അതോടൊപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസകാര്യങ്ങൾ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ. ഇത് ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് അവതരിച്ചത് തീർത്തും സത്യമാണിത്. എങ്കിലും ജനങ്ങളിലേറെപ്പേരും വിശ്വസിക്കുന്നവരല്ല. നിങ്ങൾ കാണുന്ന താങ്ങൊന്നുമില്ലാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ അല്ലാഹുവാണ്. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അവൻ സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം നിശ്ചിത കാലപരിധിയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തെളിവുകളെല്ലാം വിവരിച്ചു തരികയും ചെയ്യുന്നു. നിങ്ങളുടെ നാഥനുമായി സന്ധിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ദൃഢബോധ്യമുള്ളവരാകാൻ. അവനാണ് ഈ ഭൂമിയെ വിശാലമാക്കിയത്. അവനതിൽ നീങ്ങിപ്പോകാത്ത പർവ്വതങ്ങളുണ്ടാക്കി, നദികളും. അവൻ തന്നെ എല്ലാ പഴങ്ങളിലും ഈ 2 ഇണകളെ സൃഷ്ടിച്ചു. അവൻ രാവുകൊണ്ട് പകലിനെ മൂടുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമിയിൽ അടുത്തടുത്തുള്ള ഖണ്ഡങ്ങളുണ്ട്. മുന്തിരിത്തോപ്പുകളുണ്ട്. കൃഷിയുണ്ട്. ഒറ്റയായും കൂട്ടായും വളരുന്ന ഈത്തപ്പനകളുണ്ട്. എല്ലാറ്റിനെയും നനയ്ക്കുന്നത് ഒരേ വെള്ളമാണ്. എന്നിട്ടും ചില പഴങ്ങളുടെ രുചി മറ്റു ചിലതിന്റേതിനേക്കാൾ നാം വിശിഷ്ടമാക്കിയിരിക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ജനത്തിന്റെ ഈ വാക്കാണ് ഏറെ അത്ഭുതകരമായിട്ടുള്ളത്. നാം മരിച്ചു മണ്ണായിക്കഴിഞ്ഞാൽ വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ? അവരാണ് തങ്ങളുടെ നാഥനിൽ അവിശ്വസിച്ചവർ. അവരുടെ കണ്ഠങ്ങളിൽ ചങ്ങലകളുണ്ട്. നരകാവകാശികളും അവർ തന്നെ. അവരതിൽ നിത്യവാസികളായിരിക്കും. ഇക്കൂട്ടർ നിന്നോട് നന്മയ്ക്കു മുമ്പേ തിന്മയ്ക്കായി തിടുക്കം കൂട്ടുന്നു. എന്നാൽ ഇവർക്കു മുമ്പ് ഗുണപാഠം ഉൾക്കൊള്ളുന്ന ശിക്ഷകൾ എത്രയോ കഴിഞ്ഞുപോയിട്ടുണ്ട്. ജനം അതിക്രമം കാണിച്ചിട്ടും നിന്റെ നാഥൻ അവർക്ക് ഏറെ മാപ്പേകിയിട്ടുമുണ്ട്. നിന്റെ നാഥൻ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. സത്യനിഷേധികൾ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും ഇറക്കിക്കിട്ടാത്തതെന്ത്? എന്നാൽ നീയൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എല്ലാ ജനതയ്ക്കുമുണ്ട് ഒരു വഴികാട്ടി. ഓരോ സ്ത്രീയും ഗർഭാശയത്തിൽ ചുമക്കുന്നതെന്തെന്ന് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അധികരിപ്പിക്കുന്നതും അവൻ അറിയാം. എല്ലാ കാര്യങ്ങൾക്കും അവന്റെ അടുത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അവൻ ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണ്. മഹാനും ഉന്നതനുമാണ്. നിങ്ങളിൽ മെല്ലെ സംസാരിക്കുന്നവനും ഉറക്കെ സംസാരിക്കുന്നവനും രാവിൽ മറഞ്ഞിരിക്കുന്നവനും പകലിൽ ഇറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഓരോ മനുഷ്യന്റെയും മുന്നിലും പിന്നിലും അവനായി നിയോഗിക്കപ്പെട്ട മേൽനോട്ടക്കാരുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അവരവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഒരു ജനതയുടെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. അവർ തങ്ങളുടെ സ്ഥിതി സ്വയം മാറ്റും വരെ. എന്നാൽ അല്ലാഹു ഒരു ജനതയ്ക്ക് വല്ല ദുരിതവും വരുത്താനുദ്ദേശിച്ചാൽ ആർക്കും അത് തടുക്കാനാവില്ല. അവനൊഴികെ അവർക്ക് രക്ഷകനുമില്ല. പേടിയും പ്രതീക്ഷയുമുണ്ടാക്കുന്ന മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവനാണ്. ജലവാഹിനികളായ കനത്ത കാർമേഘങ്ങളുണ്ടാക്കുന്നതും അവൻ തന്നെ. ഇടിനാദം അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു.
അവനെ സംബന്ധിച്ച ഭയത്താൽ മലക്കുകളും അതുതന്നെ ചെയ്യുന്നു. അവൻ ഘോരഗർജനമുള്ള ഇടിവാളുകളയക്കുന്നു. അങ്ങനെ അവർ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ അവനുദ്ദേശിക്കുന്നവരിൽ അത് പതിക്കുന്നു. അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണവൻ. അവനോടുള്ളത് മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥന. അവനെക്കൂടാതെ ഇക്കൂട്ടർ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്കൊന്നും ഒരുത്തരവും നൽകാനാവില്ല. വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടി അത് വായിലെത്താൻ കാത്തിരിക്കുന്നവനെപ്പോലെയാണവർ. വെള്ളം അങ്ങോട്ടെത്തുകയില്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥന പൂർണ്ണമായും പാഴായതുതന്നെ. ആകാശഭൂമികളിലുള്ളവരൊക്കെയും ഇഷ്ടത്തോടെയോ നിർബന്ധിതമായോ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലാഹുവിനാണ്. അവരുടെ നിഴലുകൾ പോലും രാവിലെയും വൈകുന്നേരവും അതുതന്നെ ചെയ്യുന്നു. ചോദിക്കുക, ആരാണ് ആകാശഭൂമികളുടെ നാഥൻ? പറയുക, അല്ലാഹു. അവരോട് പറയുക, എന്നിട്ടും സ്വന്തത്തിനു പോലും ഗുണമോ ദോഷമോ വരുത്താനാവാത്തവരെയാണോ നിങ്ങൾ അല്ലാഹുവെ വിട്ട് രക്ഷാധികാരികളാക്കിയിരിക്കുന്നത്? ചോദിക്കുക, കണ്ണുപൊട്ടനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? ഇരുളും വെളിച്ചവും സമമാണോ? അതല്ല, അവരുടെ സാങ്കൽപ്പിക സഹദൈവങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തുകയും അതു കണ്ട് ഇരുവിഭാഗത്തിന്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതാവുകയുമാണോ ഉണ്ടായത്? പറയുക, എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. അവൻ ഏകനും എല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാണ്. അവൻ മാനത്തുനിന്ന് വെള്ളമിറക്കി. അങ്ങനെ അരുവികളിലൂടെ അവയുടെ വലുപ്പത്തിന്റെ തോതനുസരിച്ച് അതൊഴുകി. ആ പ്രവാഹത്തിന്റെ ഉപരിതലത്തിൽ പതയുണ്ട്. ആഭരണങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കാനായി അവർ തീയിലുട്ടുരുക്കുന്നവയിൽ നിന്നും ഇതുപോലുള്ള പതയുണ്ടാകാറുണ്ട്. ഇவ்விധമാണ് അല്ലാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ ആ പത വറ്റിപ്പോകുന്നു. ജനങ്ങൾക്കുപകരിക്കുന്നത് ഭൂമിയിൽ ബാക്കിയാവുകയും ചെയ്യും. അവ്വിധം അല്ലാഹു ഉദാഹരണങ്ങൾ സമർപ്പിക്കുന്നു. തങ്ങളുടെ നാഥന്റെ ക്ഷണം സ്വീകരിച്ചവർക്ക് എല്ലാ നന്മയുമുണ്ട്. അവന്റെ ക്ഷണം സ്വീകരിക്കാത്തവരോ അവർക്ക് ഭൂമിയിലുള്ള സകലതും അതോടൊപ്പം അത്ര വേറെയും ഉണ്ടായാൽ പോലും ശിക്ഷ ഒഴിവാകാൻ അതൊക്കെയും അവർ പിഴയായി ഒടുക്കുമായിരുന്നു. അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. അവരുടെ താവളം നരകമാണ്. എത്ര ചീത്ത സങ്കേതം! അപ്പോൾ നിന്റെ നാഥൻ നിനക്കിറക്കിത്തന്നത് സത്യമാണെന്ന് അറിയുന്നവൻ കുരുടനെപ്പോലെയാകുമോ? വിചാരശാലികൾ മാത്രമേ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹുവോടുള്ള വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റുന്നവരാണവർ, കരാർ ലംഘിക്കാത്തവരും. ചേർത്തുവെക്കാൻ അല്ലാഹു കൽപ്പിച്ച ബന്ധങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്നവരാണവർ. തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരും കടുത്ത വിചാരണയെ പേടിക്കുന്നവരുമാണ്. അവർ തങ്ങളുടെ നാഥന്റെ പ്രീതി കാംക്ഷിച്ച് ക്ഷമ പാലിക്കുന്നവരുമാണ്. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരുമാണ്. തിന്മയെ നന്മ കൊണ്ട് തടയുന്നവരും. അവർക്കുള്ളതാണ് പരലോക നേട്ടം. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങൾ. അവരും അവരുടെ മാതാപിതാക്കളിലും ഇണകളിലും മക്കളിലുമുള്ള സദ്വൃത്തരും അതിൽ പ്രവേശിക്കും. മലക്കുകൾ എല്ലാ കവാടങ്ങളിലൂടെയും അവരുടെ അടുത്തെത്തും. മലക്കുകൾ പറയും, നിങ്ങൾ ക്ഷമ പാലിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. ആ പരലോക ഭവനം എത്ര അനുഗ്രഹപൂർണം! അല്ലാഹുവോടുള്ള കരാർ ഉറപ്പിച്ച ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിണക്കാൻ കൽപ്പിച്ചവയെ അറുത്തുമാറ്റുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപം. അവർക്കുണ്ടാവുക ഏറ്റവും ചീത്തയായ പാർപ്പിടമാണ്. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് വിഭവങ്ങൾ സമൃദ്ധമായി നൽകുന്നു. വേറെ ചിലർക്കത് പരിമിതപ്പെടുത്തുന്നു. അവർ ഈ ലോകജീവിതം കൊണ്ടുതന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നാൽ
പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം നന്നേ തുച്ഛമായ വിഭവം മാത്രമാണ്. സത്യനിഷേധികൾ പറയുന്നു, ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരടയാളവും ഇറക്കിക്കിട്ടാത്തത്? പറയുക, തീർച്ചയായും അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു. പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അവൻ തന്നിലേക്കുള്ള നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസം സ്വീകരിക്കുകയും ദൈവസ്മരണയാൽ മനസ്സുകൾ ശാന്തമാവുകയും ചെയ്യുന്നവരാണവർ. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാകുന്നത്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഭാഗ്യവാൻമാർ. അവർക്ക് തിരിച്ചെത്താനുള്ളത് ഏറ്റവും മികച്ച താവളം തന്നെ. അവ്വിധം നിന്നെ നാം ഒരു സമുദായത്തിലേക്ക് ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. ഇതിനു മുമ്പും നിരവധി സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. നാം നിനക്ക് ബോധനമായി നൽകിയ സന്ദേശം നീ അവർക്ക് ഓതി കേൾപ്പിക്കാൻ വേണ്ടിയാണിത്. അവരോ ദയാപരനായ അല്ലാഹുവെ തള്ളിപ്പറയുന്നു. പറയുക, അവനാണെന്റെ നാഥൻ, അവനല്ലാതെ ദൈവമില്ല. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്റെ തിരിച്ചുപോക്കും അവനിലേക്ക് തന്നെ. പർവ്വതങ്ങളെ ചലിപ്പിക്കുകയോ ഭൂമിയെ തുണ്ടം തുണ്ടമാക്കി മുറിക്കുകയോ മരിച്ചവരോട് സംസാരിക്കുകയോ ചെയ്യാൻ കഴിവുറ്റ ഒരു ഖുർആൻ ഉണ്ടായാൽ പോലും അവരതിൽ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ മുഴുവൻ മനുഷ്യരെയും നേർവഴിയിലാക്കുമായിരുന്നു. സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി എന്തെങ്കിലും വിപത്ത് ബാധിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് അടുത്തുതന്നെ ദുരിതം വന്നു പതിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരും വരെ അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. നിനക്കു മുമ്പും നിരവധി ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നാം സത്യനിഷേധികൾക്ക് അവസരം നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് നാം അവരെ പിടികൂടി. നോക്കൂ, എന്റെ ശിക്ഷ എவ்விധമായിരുന്നുവെന്ന്. അപ്പോൾ ഓരോ ആത്മാവും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവനോടാണോ ഈ ധിക്കാരം? അവർ അല്ലാഹുവിന് പങ്കാളികളെ ആരോപിച്ചിരിക്കുന്നു. പറയുക, നിങ്ങൾ അവരുടെ പേരുകളൊന്ന് അറിയിച്ചു തരിക. അല്ല, അല്ലാഹുവിന് ഭൂമിയിൽ അറിയാത്ത കാര്യം അറിയിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ? അതല്ല, തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണോ? എന്നാൽ വസ്തുത അതൊന്നുമല്ല. സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രം കൗതുകകരമായി തോന്നിയിരിക്കുന്നു. സത്യപാതയിൽ നിന്ന് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കുകയാണെങ്കിൽ പിന്നെ അവനെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. അവർക്ക് ഐഹിക ജീവിതത്തിൽ അർഹമായ ശിക്ഷയുണ്ട്. പരലോക ശിക്ഷയോ ഏറെ ദുരിതപൂർണവും. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ ഇതാണ്. അതിന്റെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികളും തണലും ശാശ്വതമായിരിക്കും. ദൈവഭക്തന്മാരുടെ മടക്കം അവിടേക്കാണ്. സത്യനിഷേധികളുടെ ഒടുക്കമോ നരകത്തീയിലും. നാം നേരത്തെ വേദപുസ്തകം നൽകിയവർ നിനക്ക് ഇറക്കിയ ഈ ദൈവിക ഗ്രന്ഥത്തിൽ സന്തുഷ്ടരാണ്. എന്നാൽ സഖ്യകക്ഷികളിൽ ചിലർ ഇതിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കാത്തവരാണ്. പറയുക, ഞാൻ അല്ലാഹുവിന് മാത്രം വഴിപ്പെടാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവനിൽ ഒന്നും പങ്കുചേർക്കാതിരിക്കാനും. അതിനാൽ ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്കാണ്. എന്റെ മടക്കവും അവങ്കലേക്കു തന്നെ. ഇவ்விധം നാം ഇതിനെ ഒരു ന്യായപ്രമാണമായി അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്നു. നിനക്ക് ഈ അറിവ് വന്നെത്തിയ ശേഷവും നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ കാക്കുന്ന ഒരു രക്ഷകനോ കാവൽക്കാരനോ നിനക്കുണ്ടാവില്ല. നിനക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്.
അവർക്കു നാം ഇണകളെയും സന്താനങ്ങളെയും നൽകിയിട്ടുമുണ്ട്. ഒരു ദൈവദൂതനും അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. എല്ലാ കാലഘട്ടത്തിനും ഒരു പ്രമാണമുണ്ട്. അല്ലാഹു അവനിച്ഛിക്കുന്നതിനെ മായ്ച്ചു കളയുന്നു, അവനിച്ഛിക്കുന്നത് നിലനിർത്തുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ആധാരമായ മൂലപ്രമാണം അവന്റെ അടുത്താണുള്ളത്. അവർക്കു നാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ ചിലത് നിനക്കു നാം കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അതിനു മുമ്പേ നിന്റെ ജീവിതം നാം അവസാനിപ്പിച്ചേക്കാം. എന്തായാലും നമ്മുടെ സന്ദേശം എത്തിക്കേണ്ട ചുമതല മാത്രമേ നിനക്കുള്ളൂ. കണക്കു നോക്കുന്ന പണി നമ്മുടേതാണ്. നാം ഈ ഭൂമിയെ അതിന്റെ നാനാഭാഗത്തു നിന്നും ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? അല്ലാഹു എല്ലാം തീരുമാനിക്കുന്നു. അവന്റെ തീരുമാനം മാറ്റിമറിക്കാൻ ആരുമില്ല. അവൻ അതിവേഗം കണക്കു നോക്കുന്നവനാണ്. ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരും പല തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ട്. എന്നാൽ ഫലവത്തായ തന്ത്രങ്ങളൊക്കെയും അല്ലാഹുവിന്റേതാണ്. ഓരോ മനുഷ്യനും നേടിക്കൊണ്ടിരിക്കുന്നതെന്തെന്ന് അവൻ നന്നായി അറിയുന്നു. ശോഭനമായ അന്ത്യം ആരുടേതാണെന്ന് ഈ സത്യനിഷേധികൾ അടുത്തുതന്നെ അറിയും. സത്യനിഷേധികൾ പറയുന്നു, നിന്നെ ദൈവം അയച്ചതല്ലെന്ന്. പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. വേദവിജ്ഞാനമുള്ളവരും